BSc Physics main class, Semester 6, Paper 3 Optics. Semester 6, Paper 3 Classical Optics. 46th lecture. And today we take the lesson portion, temporal coherence and spatial coherence. Today's topic is temporal coherence and spatial coherence, and it is a very important short answer question. And also one problem is done here. So what is coherence of light? ഈ coherence എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഫേസ് എമിഷൻ ഓഫ് ഫോട്ടോൺസ് ഈസ് കോൾഡ് coherence of light. ഫോട്ടോൺസ് ഒരേ ഫേസ് നമ്മൾ എമിറ്റ് ചെയ്യുക. ഒരു ലാമ്പ് ഉണ്ടെങ്കിൽ ഒരു ലാമ്പിൽ നിന്ന് ലൈറ്റ് ഒരേ ഫേസിൽ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു സോഴ്സിൽ നിന്ന് ലൈറ്റ് ഒരേ ഫേസിൽ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൊഹറൻ്റ് എമിഷൻ എന്ന് പറയുന്നത്, കൊഹറൻ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൊഹറൻ്റ് ലൈറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സിന് കൊഹറൻ്റ് ലൈറ്റ് പോസിബിൾ അല്ല, അല്ലെങ്കിൽ പ്രത്യേക അറേഞ്ച്മെൻറ്റാണ് നമ്മൾ കണ്ടതാണ്. ലേസർ ബീം ഈസ് ഹൈലി കൊഹറൻറ്റ്. ലേസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ കൊഹറൻസ്, ഹൈ കൊഹറൻസ്. ദ 3 important characteristics ഓഫ് ലേസർ ബീം, ഓഫ് ലേസർ ബീം ആർ ഹൈ ഡയറക്ഷണാലിറ്റി, ഹൈ ഇൻറ്റൻസിറ്റി ആൻഡ് കൊഹറൻസ്. ലേസർ ബീമിൻ്റെ പ്രധാനപ്പെട്ട 3 ക്യാരക്ടറിസ്റ്റിക്സ്, പ്രധാനപ്പെട്ട 3 പ്രോപ്പർട്ടി, അത് അതിൻ്റെ ഹൈ ഡയറക്ഷണാലിറ്റിയാണ്. അപ്പോൾ നേരെ അയക്കാം, യാതൊരു ഡീവിയേഷൻ ഇല്ലാതെ അയക്കാം, എത്ര ദൂരം വേണമെങ്കിലും, സ്പ്രെഡിങ് ഇല്ല. ഹൈ ഇൻറ്റൻസിറ്റി, ശക്തമായ പ്രകാശമാണത്, ഹൈ ഇൻറ്റൻസിറ്റി. പിന്നെ കൊഹറൻസ് ആണ് ലേസർ ബീമിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. ഡയഗ്രം ടു ഷോ കൊഹറൻസ് ഓഫ് ലൈറ്റ്. ഒരു സിമ്പിൾ ഡയഗ്രം കൂടെ വരച്ചിരിക്കുകയാണ് കൊഹറൻസ് കാണിക്കാനായിട്ട്. ഇപ്പോൾ വേവ് പോകുന്ന നോക്കിയേ, ആ എല്ലാ വേവും ഒരേ ടൈപ്പായിട്ടാണ് പോണത്, അല്ലാതെ അതിൻ്റെ ആ ട്രഫ് മാറി മാറി വരത്തില്ല. എവിടെ ക്രസ്റ്റാണ് അവിടെയുള്ള ക്രസ്റ്റ്, എവിടെ ട്രഫാണ് അവിടെയുള്ള ട്രഫ്. അങ്ങനെ ഒരേ രീതിയിൽ, ഒരേ ഫേസിൽ, ഒരേ അവസ്ഥയിലാണ് ഈ ലൈറ്റ് പോകുന്നത്. അങ്ങനെ പോയാൽ അതിനെ വിളിക്കുന്ന പേരാണ് കൊഹറൻ്റ് ലൈറ്റ്. സോ ഫിഗർ ഷോസ് കൊഹറൻ്റ് ലൈറ്റ് വ്യൂസ്. അതിൻ്റെ ട്രഫെല്ലാം ഒരേ സ്ഥലത്ത് കേട്ടോ, ക്രസ്റ്റുകൾ ഒരേ സ്ഥലത്തായിട്ട് വരയ്ക്കണം. The light from a laser is said to be coherent, which means the wavelengths of the laser light are in phase in space and time. ഇപ്പോൾ സ്പേസിലും ടൈമിലും, ഇപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചാലും എത്ര സമയം കഴിഞ്ഞാലും അതിൻ്റെ വേവ് ഫോമിന് മാറ്റമില്ലെങ്കിൽ, വേവ് ലെങ്ത് സെയിമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഫേസിലാണെങ്കിൽ ലൈറ്റ് മോണോക്രോമാറ്റിക് ആയിരിക്കണം. വേവ് ലെങ്ത്തിൽ ഫേസിലൊന്നും മാറ്റമില്ലാതെ എത്ര ദൂരം സഞ്ചരിച്ചാലും എത്ര സമയം കഴിഞ്ഞാലും അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കൊഹറൻസ് എന്ന് വിളിക്കും, കൊഹറൻസ്. പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ. കൺസിഡർ എ വേവ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ സ്പേസ്. Coherence is a measure of the correlation that exists between phases of the wave measured at different points. The coherence of a wave depends on the characteristics of the source. അപ്പോൾ ഏത് സോഴ്സാണ് ഈ വേവ് അയക്കുന്നത്, ആ സോഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ കൊഹറൻസ്. അപ്പോൾ സോഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് കൊഹറൻസ് മാറുന്നത്. പിന്നെ പറയുന്നത് coherence is a measure of the correlation that exists between the phase of the wave measured at different points. വേവ് കടന്നു പോകുമ്പോൾ വ്യത്യസ്തമായ പോയിന്റിൽ നമ്മൾ ഫേസ് നോക്കിയാൽ ആ ഫേസുകൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് കൊഹറൻസ്. ഫേസ് മാറാൻ പാടില്ല, അതാണ് ഒരു പ്രധാനപ്പെട്ട റിലേഷൻ. ഒരു വേവ് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ പാത്തിൽ വ്യത്യസ്തമായ പോയിന്റ് എടുത്താൽ അവിടെയെല്ലാം ഫേസ് സെയിമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ വേവ് കൊഹറൻ്റാണ്, ഹൈലി കൊഹറൻ്റാണ്. അപ്പോൾ ആ ഫേസ് റിലേഷൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുക. ഒരു വേവിൻ്റെ വ്യത്യസ്തമായ പോയിന്റിലുള്ള ഫേസ് റിലേഷനെ പറ്റി സ്റ്റഡി ചെയ്യുക, അതിനെ കൊഹറൻസ് എന്ന് പറയും. എന്നാലും ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ E0 sin ωt + 5, ആ ωt + 5 ടേമിനെ വിളിക്കുന്ന പേരാ ഫേസ്. ωt + 5 ടേമിനെ വിളിക്കുന്ന പേരാ ഫേസ്. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ 2π c/λ. അപ്പോൾ ലാംഡയിലും ഫൈയിലും
ലാംഡയിലും ഫൈയിലും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഫേസ് എന്ന് ഓർക്കണം. ലാംഡയിലും അതുപോലെ ഇനിഷ്യൽ ഫേസ് ഫൈയിലും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ടോട്ടൽ ഫേസ്. When we describe the coherence of light waves, we distinguish two types of coherence. രണ്ട് തരം കോഹറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ നമ്മൾ ടെമ്പറൽ കോഹറൻസ് എന്ന് പറയും, രണ്ടാമത്തെ സ്പേഷ്യൽ കോഹറൻസ് എന്ന് പറയും. അവ രണ്ടും തമ്മിൽ ഒരു മാർക്ക് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് നമ്മൾ ശ്രദ്ധാപൂർവ്വം വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ കൊഹറൻസ് രണ്ട് തരത്തിലാണ്. ഒന്ന് ടെമ്പറൽ കൊഹറൻസ്, രണ്ടാമത്തത് ഈ പിന്നീട് പറയുന്ന സ്പേഷ്യൽ കൊഹറൻസ്. അപ്പോൾ ടെമ്പറൽ കൊഹറൻസ്, സ്പേഷ്യൽ കൊഹറൻസ്, അതാണ് രണ്ട് തരം കൊഹറൻസ്. When we describe the coherence of light waves, we distinguish two types of coherence. Number one ആണ് temporal coherence. Temporal coherence is a measure of the correlation between the phase of the light wave at different points along the direction of propagation. ആ along the direction of propagation അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. Along the direction of propagation, that is the important point. The difference of spatial coherence comes at this point, at this line. Temporal coherence is a measure of the correlation between the phase of the light wave at different points along the direction of propagation. Along the light wave എങ്ങോട്ട് പോകുന്നു, ആ പ്രൊപ്പഗേഷൻ ദിശയിൽ, സഞ്ചരണ ദിശയിൽ വ്യത്യസ്തമായ പോയിന്റ് എടുത്താൽ അവിടെ ലൈറ്റ് വേവിൻ്റെ സ്പേസ് തമ്മിലുള്ള കോറിലേഷനെ, ബന്ധത്തെ കാണിക്കുന്നതാണ് temporal coherence. Temporal coherence tells us how monochromatic a source is. ഒരു സോഴ്സ് എത്രമാത്രം മോണോക്രോമാറ്റിക് ലൈറ്റാണ് അയക്കുന്നത്, അല്ലെങ്കിൽ ആ മോണോക്രോമാറ്റിസിറ്റി, അതിൻ്റെ അളവ് കൂടിയാണ് ഈ ടെമ്പറൽ കോഹറൻസ്. I shall read it once again. Temporal coherence is a measure of the correlation between the phases of a light wave at different points along the direction of propagation. Along the direction of propagation. That you specially note. Temporal coherence tells us how monochromatic a source is. പിന്നെ അവിടെ നമ്മളൊരു ടേം പഠിക്കും, ഒരു കൊഹറൻസ് ലെങ്തും ഒരു കൊഹറൻസ് ടൈമും പഠിക്കും. കൊഹറൻസ് ലെങ്ത് LC ആൻഡ് കൊഹറൻസ് ടൈം TC. Assume our source emits waves with wavelength lambda plus or minus delta lambda. അതായത് ഒരു നമ്മുടെ സോഴ്സ് ലാംഡായും, ഇപ്പോൾ കൃത്യം ഇവിടെ മോണോക്രോമാറ്റിക് എന്ന് പറയാതെ ഒരു ചെറിയ വേവ് ലെങ്ത് ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ ഓർ ലാംഡ മൈനസ് ഡെൽറ്റ ലാംഡ. അപ്പോൾ ഡെൽറ്റ ലാംഡയെ വിളിക്കുന്ന പേരാണ് വേവ് ലെങ്ത് സ്പ്രെഡ് എന്ന് പറയും. വേവ് ലെങ്ത് സ്പ്രെഡ് ആ ഒറിജിനൽ ലാംഡയിൽ നിന്ന് എത്ര മാറാം എന്ന് പറയുന്നതിനാണ്. ദ ചേഞ്ച് ഓഫ് വേവ് ലെങ്ത് ഈസ് കോൾഡ് വേവ് ലെങ്ത് സ്പ്രെഡ്. വേവ്സ് വിത്ത് വേവ് ലെങ്ത് ലാംഡ and lambda plus d lambda, which at some point in space constructively interfere, will no longer constructively interfere after some optical path length LC equal to lambda square by 2 pi delta lambda. This is called the coherence length. ഇപ്പോൾ സോഴ്സുകൾ കൊഹറൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം, കൊഹറൻസ് വേവാണെന്ന് പറഞ്ഞാൽ അതിന് ഇൻ്റർഫറൻസ് സാധ്യതയുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റർഫറൻസിന് ഒരു കണ്ടീഷൻ, ദ സോഴ്സ് മസ്റ്റ് ബി കൊഹറൻറ്റ്. അപ്പോൾ ലൈറ്റ് വേവ്സ് കൊഹറൻ്റ് ആണെങ്കിൽ അവ സഞ്ചരിച്ച് ഒരു പ്രത്യേക പോയിന്റിൽ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യും. അപ്പോൾ ഇൻ്റർഫറൻസ് എവിടെ വരെ നടക്കും, ആ ദൂരത്ത് ഏത് പോയിന്റിൽ വരെ ഇൻ്റർഫറൻസ് സംഭവിക്കാം വേവ്സിന്, ആ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് കൊഹറൻസ് ലെങ്ത് LC. അത് കാണുന്ന റിലേഷനാണ് ലാംഡ സ്ക്വയർ ബൈ 2 pi ഡെൽറ്റ ലാംഡ. ലാംഡ സ്ക്വയർ ലാംഡ വേവ് ലെങ്താണ്, ഡെൽറ്റ ലാംഡ ആ വേവ് ലെങ്ത് സ്പ്രെഡാണ്, ഡിഫറൻസ് ഓഫ് വേവ് ലെങ്താണ്. LC is called the coherence length. The wave pattern travels through T small letter മതി. The wave pattern travels through space with the speed c. Then TC is equal LC by C. C is small letter.
This is LC by C is called coherence time. Coherence time. It can be also shown that coherence time Tc is equal to 1 by delta omega. ആ എ എന്നുള്ള ഡെൽറ്റ ആക്കണം കേട്ടോ, ത്രികോണം ആ കാണുന്ന താഴെ വരച്ച് ട്രയാങ്കിൾ ആക്കിയാൽ മതി. 1 by delta omega, you collect it, not a, it is delta omega, where delta omega is the frequency spread. ഡെൽറ്റ ഒമേഗയെ ഫ്രീക്വൻസി വ്യത്യാസം എന്ന് പറയും. അപ്പോൾ ഈ ടെമ്പറൽ കൊഹറൻസിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന രണ്ട് ടേമുകളാണ്. The two terms we see in this temporal coherence is the coherence length and the coherence time. What is coherence length? The wave pattern travels through space with a speed c, then a distance. LC is called coherence length. Time Tc, LC by c. C is the speed of light if the wave travels in vacuum. That is called coherence time. It can be also shown that Tc is equal to 1 by delta omega, where delta omega is the frequency spread. Frequency വ്യത്യാസം. ഇനി വരുന്നതാണ് സ്പേഷ്യൽ കൊഹറൻസ്. So when you read special coherence, we have to specially note the difference with the temporal coherence. Spatial coherence പഠിക്കുമ്പോൾ ടെമ്പറൽ കോഹറൻസുമായിട്ടുള്ള വ്യത്യാസം പ്രത്യേകം മനസ്സിലാക്കണം. Spatial coherence, it is a measure of the correlation between phase of light wave at different points. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ടെമ്പറൽ കോഹറൻസ് പറഞ്ഞ കാര്യം തന്നെ. ലാസ്റ്റ് വേർഡിങ് ആണ് വ്യത്യാസം വരുന്നത് കേട്ടോ. Spatial coherence is a measure of the correlation between the phase of a light wave at different points traverse to the direction of propagation. Traverse is perpendicular. അപ്പോൾ വേവ് എങ്ങോട്ട് പോകുന്നു, അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ രണ്ട് വ്യത്യസ്തമായ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഫേസിൻ്റെ കോറിലേഷൻ കാണിക്കുന്നതാണ് സ്പേഷ്യൽ കോഹറൻസ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയാണ് ഒരു ഡയറക്ഷനിൽ. അപ്പോൾ രണ്ട് പോയിന്റ് നമ്മൾ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എടുക്കുകയാണ്. പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫേസ് തമ്മിലുള്ള കോറിലേഷൻ കാണിക്കുന്നത് സ്പെഷ്യൽ കോഹറൻസ്. മറ്റതാണെങ്കിൽ എന്താണ്, എലോങ് ദ ഡയറക്ഷനാണ്, എലോങ് ദ ഡയറക്ഷൻ. ദിസ് ഈസ് ട്രാൻസ്വേഴ്സ് ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ആ വ്യത്യാസം. അപ്പോൾ ട്രാൻസ്വേഴ്സ് എന്നുള്ള വാക്ക് നമ്മൾ ടെമ്പറൽ കോഹറൻസ് എഴുതത്തില്ല, അവിടെ എലോങ് ദി ഡയറക്ഷൻ ചെയ്യാൻ മതി. ഇവിടെ ട്രാൻസ്വേഴ്സ് ടു ദി ഡയറക്ഷൻ, അതാണ് വ്യത്യാസം. ഈ ഡിഫറൻസ് നിങ്ങൾ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യണം. സ്പേഷ്യൽ കോഹറൻസ് ടെൽസ് us how uniform the phase of the wave front is. വേവ് ഫ്രണ്ടിൻ്റെ ഫേസ് എത്ര യൂണിഫോമാണ്, മറ്റൊരാൾക്ക് വേവ് ലെങ്ത് എത്ര യൂണിഫോം ആണെന്നുള്ളതാണ്. ഇവിടെ വേവ് ലെങ്തിൻ്റെ വേവിൻ്റെ ഫേസ് എന്തുമാത്രം യൂണിഫോമാണ് എന്ന് കാണിക്കുന്നതാണ് സ്പേഷ്യൽ കോഹറൻസ്. A distance L from a thermal monochromatic source whose linear dimensions are on the order of delta, two cells separated by a distance greater than DC, separation DC, equal to 0.16 lambda L by delta, will no longer produce recognizable interference pattern. ഇപ്പോൾ കോഹറൻസ് നഷ്ടപ്പെട്ടാൽ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാകത്തില്ല, നമുക്കറിയാം. കോഹറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്റർഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനൊരു ഡിസ്റ്റൻസ് ഇവിടെ പറയാൻ, DC 0.16 ലാംഡ L by ഡെൽറ്റ. എല്ലിനെ വിളിക്കുന്ന പേരാണ് എ ഡിസ്റ്റൻസ് L ഫ്രം എ തെർമൽ മോണോക്രോമാറ്റിക് സോഴ്സ്. ഒരു തെർമൽ മോണോക്രോമാറ്റിക് സോഴ്സിലുള്ള അകലാണ്. ആൻഡ് ഡെൽറ്റ is a linear dimension of the slit. സ്ലിറ്റുകളുടെ അകലം. അപ്പോൾ DC is 0.16 ലാംഡ L by ഡെൽറ്റ. ആ അകലം കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്റർഫറൻസ് കിട്ടില്ല. We call pi DC square by 4. ആ ദൂരം ഉണ്ടല്ലോ, ആ DC സ്ക്വയർ ബൈ 4. അപ്പോൾ DC by 2 ആണ്, R എന്ന് പറയുന്നത്, R സ്ക്വയർ.
We call pi dc square by 4 the coherence area of the source. അപ്പോൾ സോഴ്സിൻ്റെ കൊഹറൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ അകലാണ്. ഈ പൈ ആർ സ്ക്വയർ എന്നുള്ള ഫോർമുല പോലെ പൈ ഡി സി സ്ക്വയർ ബൈ 4. അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ ഒരു 3 ടൈം നമ്മൾ കണ്ടു. കൊഹറൻസ് ടൈം, coherence length, coherence time, and here it is coherence area. These 3 terms also you read repeatedly and study. അപ്പോൾ ഇത്രയും പറഞ്ഞ ഭാഗത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോഹറൻസ് ഓഫ് ലൈറ്റ്? മെൻഷൻ ദ 2 ടൈപ്സ്. അത് സ്പെഷ്യൽ കൊഹറൻസ്, ടെമ്പറൽ കൊഹറൻസ്, അല്ലെങ്കിൽ ടെമ്പറൽ കൊഹറൻസ് ആൻഡ് സ്പെഷ്യൽ കൊഹറൻസ്. ടെമ്പറൽ കൊഹറൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടൈം കൊഹറൻസ്. ടെമ്പറൽ കൊഹറൻസ് ഈസ് ഓൾസോ കോൾഡ് ടൈം കൊഹറൻസ്. Number 2, what are temporal coherence and spatial coherence? That is the important question. You read the difference. The difference is only in word, along the direction, transverse to the direction. എന്നുള്ള ഒരു വ്യത്യാസമാണ്. പിന്നെ നമ്പർ 3, എക്സ്പ്ലെയിൻ കോഹറൻസ് ലെങ്ത്, കോഹറൻസ് ടൈം ആൻഡ് കോഹറൻസ് ഏരിയ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊരു പ്രോബ്ലമാണ്. ഇതൊരു 2013 ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ചില അപൂർവം ബുക്കിനകത്ത് കാണുള്ളത് ഈ പ്രോബ്ലം. എല്ലാ ടെസ്റ്റിനകത്തും ഇത്രയും പ്രോബ്ലം കാണാൻ പറ്റത്തില്ല. പ്രോബ്ലം 2013 ക്വസ്റ്റ്യൻ, 2013 ക്വസ്റ്റ്യൻ. അപ്പോൾ 5-8 കൊല്ലമായി ചോദിച്ചിട്ട് നിങ്ങൾ പഠിക്കാം. ഫൈൻഡ് ദ റിലേറ്റീവ് പോപ്പുലേഷൻ ഓഫ് 2 സ്റ്റേറ്റ്സ് ഇൻ എ റൂബി ലേസർ ദാറ്റ് പ്രൊഡ്യൂസസ് എ ലേസർ ബീം ഓഫ് വേവ് ലെങ്ത് 6943 ആങ്സ്ട്രോം at 320 Kelvin. You read the question once again. Find the relative population of 2 states in a ruby laser that produces laser beam of wavelength 6943 angstrom at 320 K. അപ്പോൾ ലേസറിൻ്റെ, റൂബി ലേസറിൻ്റെ വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ടെമ്പറേച്ചർ 320 കെൽവിനാണ്. റിലേറ്റീവ് പോപ്പുലേഷൻ, അതായത് നമ്മുടെ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എക്സൈഡ് സ്റ്റേറ്റിൻ്റെയും റിലേറ്റീവ് പോപ്പുലേഷൻ റേഷ്യോ പിടിക്കാനാണ്. അപ്പോൾ അതിന് ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ് നമ്മൾ എടുക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ലോ, ഇലക്ട്രോണിൻ്റെ ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ലോ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ പഠിച്ചാൽ മതി. The ratio population is given by, or it is called relative population. Ratio population is a relative population. It is given by N2 by N1. N1 ഒരു സ്റ്റേറ്റിലത്, N2 രണ്ടാമത്തെ സ്റ്റേറ്റിലെ പോപ്പുലേഷനാണ്. N1 is the number of atoms in the ground state and N2 is the number of atoms in the excited state. N2 by N1 is equal to e raised to minus E2 minus E1 by KT. അതാണ് ഇക്വേഷൻ. E1 is the energy density of the lower state, E2 that of higher state, K is the Boltzmann constant, T is the absolute temperature given. So we have to find N2 minus N1. For that, we initially calculate E2 minus E1. E2 minus E1 is energy of photon, h nu, h into c by lambda. That is 6.6 into 10 raised to minus 34 into 3 into 10 raised to 8 by 6943 into 10 raised to minus 10. That you calculate. Calculation is left to you. Calculation ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റാർട്ട് കാണിച്ചിരിക്കുകയാണ്. You calculate and write there the value. That is E2 minus E1. And that value we get in joule. And again we rewrite the equation. We write the equation N2 by N1 is e raised to minus that value, E2 minus E1 star by KT. Again the step is repeated, e raised to minus star by Boltzmann's constant, 1.38 into 10 raised to minus 23. It is in the tables. You have to by heart this. If you don't know, you can refer tables. The cover page. It is given on the cover page. 1.38 into 10 raised to minus 23 and the temperature is 320. That is also put. And when you calculate the exponential term, we get minus 64.5. And the value of E, the base of natural logarithm, E, 2.718.
So N2 by N1 is 2.718 into 718 raised to minus 64.5, which is equal to 1 by 2.718 into 718 raised to 64.5, and on calculation there is a sign change. 9.79 into 10 raised to plus 29. You correct it. 9.79 into 10 raised to plus 29. You not. When you simplify this, we get the value. It is 1 by the value is 1 by 2 point. Oh, there's an error occurred. One by, oh, it is 64.5 is 1 by 2.2 raised to minus 64.5. That's 1 by 2.78 into 64.5. That is right. It is a very large value. Is 1 by 2 raised to 67.5. Or this may be N2 by N1. One by 2.718 raised to 64.5 എന്ന് വരും. അത് വലിയൊരു സംഖ്യയായിട്ട് വരും. സംഖ്യ നമ്മൾ ചെറുതാൻ പാടില്ല. അത് പ്ലസ് 29 വേണ്ടത്. കാരണം ഈ നോക്കട്ടെ N2ൽ പോപ്പുലേഷൻ ഇൻവെർട്ട് ചെയ്യുമല്ലോ. ഇപ്പോൾ റേഷ്യോ പോപ്പുലേഷൻ നോക്കട്ടെ. അപ്പം ശരിയായിരിക്കും തോന്നുന്നു അല്ലേ? വി ക്യാൻ ലുക്ക്. മുകളിലത്തെ ആൻസർ മൈനസ് തന്നെയാണ്. അപ്പോൾ താഴെ വരുമ്പോൾ പ്ലസ് സംഖ്യയാണ്. അപ്പോൾ മൈനസ്. അപ്പോൾ ആൻസർ ശരിയാണ്. 9.79. അപ്പോൾ N2 ആണ് മുകളിൽ. അപ്പോൾ പിന്നെ ഹയർ സ്റ്റേറ്റിലെ ആറ്റമുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഇതായിരിക്കും റേഷ്യോ. അപ്പോൾ ഇതിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. 9.79 into 10 raised to minus 29. Actually verify it. If there is any difference, I will say in the next class. So answer is 9.79 into 10 raised to minus 29. That is the answer. So you read the question. When we calculate N2 by N1 is e raised to minus that is star value by KT. K is 1.38 into 10 raised to minus 23. Temperature is 320. So we get 2.718 into 718 raised to minus 64.5. That is 1 by 2.718 raised to 64.5. On calculation, we get 9.79 into 10 raised to minus 29. It's a very, very small quantity. And that is solved with your 46th lecture on optics. Thank you very much.